മോളെ ജെനി, ജെനി, എഴുന്നേറ്റിട്ടില്ല. ജെനി, ജെനി, മോളെ ജെനി, നീ കഥ തുറന്നേ. ജെനി, ആ വരുവാ. എത്ര നേരമായി? വരുന്നു മമ്മി. ഡോർ തുറക്ക്. ജെനി, ഹാപ്പി ബർത്ത്ഡേ ജെനി. ഹാപ്പി ബർത്ത്ഡേ ജെനി ഡാർലിംഗ്. താങ്ക് യു. വേഗം താഴോട്ട് വാ, കേക്ക് മുറിക്കണം. ഒരു 5 മിനിറ്റ്, ഞാനൊന്ന് പോയി ഫ്രഷ് ആവട്ടെ. ഓക്കെ. വേഗം വരണേ. ബിയർ കുടിക്കുമ്പോ ഒറ്റയ്ക്ക് കുടിക്കാതെ പപ്പയെ കൂടി വിളിക്കായിരുന്നില്ലേ ഒരു കമ്പനിക്ക്? അത് ചോദിച്ചാ ഈ ബോട്ടിലായിട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ കുപ്പിയെടുത്ത് മാറ്റി വെച്ചേരെ, മമ്മി കണ്ടാലേ ഞെട്ടും. ആ പാട്ടും പാടി എടാ പട്ടി തെണ്ടി തമ്മറി, നിനക്ക് പോകുമ്പോ ഈ ബിയറിന്റെ ബോട്ടിൽ എടുത്തിട്ട് പോരുന്നില്ലേ? ഹലോ, നീ എന്താടാ ബിയർ കുപ്പി കൊണ്ടുപോവാഞ്ഞേ? അയ്യോ ഞാൻ അത് മറന്നുപോയി. അതുപോട്ടെ, നിനക്ക് എന്നെ ഇന്നലെങ്കിലും എടുത്ത് കൊണ്ടുവരുന്നില്ലേ? അത് ഞാൻ എടുത്താണല്ലോ. അത് നീ എടുത്തോണ്ട് പോയത് ആരുടെയാന്ന് നോക്ക്. ഞാൻ എടുത്തു വെച്ചാടോ. ജോ, ഞാനിവിടെ പെട്ടുപോയനെ. എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടെ. ആ അതെ, പപ്പയും അമ്മേനെ കേക്ക് മുറിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ ശരി, ഹാപ്പി ബർത്ത്ഡേ. നിന്റെ കുളി ദേവരൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞപ്പാ. എന്നാ ഞാൻ പറഞ്ഞോടത്ത് പോയി പൈസ മേടിച്ചോണ്ടോ? പോവാ. ഡിസ്കൗണ്ട് കിട്ടിയാപ്പാ. എനിക്ക് വിശന്നപ്പോ ഞാൻ കഴിച്ചേ. എന്നാ? അതെ, ഞങ്ങക്ക് നിങ്ങളുടെ ഇടാവോ? എന്നാ? അല്ല, നിങ്ങക്ക് ഞങ്ങളുടെ ഇടാവോ എന്നാ കേട്ടോ. ആർക്കും ആരുടെ ഇടാം. നിങ്ങൾ എന്നാ പറയുന്നേ? നീ ഓംലെറ്റ് ഉണ്ടാക്കിയില്ലേ? ഇല്ല, ദോശയും സാമ്പാറും ഉള്ളൂ, വേണേ കഴിക്കും. മണി 10ആയി. നീ ഇപ്പോഴാണ് അങ്ങോട്ട് പോകാൻ പോകുന്നത്? തന്നെ എനിക്ക് 10 പൈസ കമ്മിറ്റ് തന്നിട്ടില്ല. ഇന്നാലും ഗൾഫിന് പോയാലേ 2 ആഴ്ച കഴിഞ്ഞാൽ വരുവുള്ളൂ. എന്റെ പൊന്നപ്പ ഒന്ന് സമാധാനപ്പെട്. 12 മണിക്കല്ലേ അയാൾ പോത്തുള്ളൂ. എടാ, നിനക്ക് അറിയാൻ പാടില്ല, അവനൊരു പ്രത്യേക ടൈപ്പാ. അവന്റെ കാര്യം അത് മാത്രമേ നോക്കത്തുള്ളൂ. ഞാൻ ദേ പോവാ. ആ ശരി ജോയലേ, പിന്നൊരു കാര്യം, എന്താ? കുറച്ച് സംസ്കാരമുള്ളവരായിട്ട് കൂടുന്നത് നല്ലതാ. എന്നാ? ശരി പോവാ. എടാ കഴിച്ചിട്ട് പോടാ. വേണ്ട. എടാ കഴിക്കടാ. വേണ്ട. അവൻ്റെ ഒരു കൂട്ട് ഒറ്റ ഒരുത്തരില്ല കൊള്ളാവുന്ന കൂട്ട്. ആ പറയ്. എടാ മരവാഴ തെണ്ടി, നിന്റെ മൊട്ടയിലെ പരിപാടിയൊക്കെ കളഞ്ഞിട്ട് ക്ലബിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി വാങ്ങി. എടാ, നമ്മുടെ ക്ലബിന്റെ അടുത്തുള്ള കുളത്തിലേ ഓമന ചേച്ചി ഇപ്പോഴും കുളി. ഇതേതായി സംസ്കാരമുള്ളവൻ? ബുൾസയാണോ? ഡബിൾ സ്മൈൽ വൺസ് മോർ. ഓക്കെ, വാ ഇനി കേക്ക് മുറിക്കാം. മേക്ക് എ വിഷ്. Happy birthday to you. Happy birthday dear Jenny.
ഹാപ്പി ബർത്ത്ഡേ to you. ഇനി ഒരു സർപ്രൈസ്. കം. ഹംസ ഹംനിത. ഹംസ. കൊറിയൻ താങ്ക്സ് പറഞ്ഞതാ. ഇന്നു മുതൽ നീ ഒരു 2 വീലർ ഓണറാണ്. വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധ, സ്നേഹം, കരുണ, ഏകാഗ്രത. ദീർഘവീക്ഷണം. ആ ആ എന്റെ പൊന്ന് ചോദിച്ച. ആ പിന്നെ നിങ്ങൾ എപ്പോഴും അവളുടെ അടുത്തേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഗിഫ്റ്റ് തരാം. കൊടുക്കാൻ മറക്കരുതേ. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങാം. പെട്ടെന്ന് വരും മോളെ. ഓക്കെ ഓക്കെ. മോൾ ഇന്ന് കോളേജിൽ പോകണ്ട. ഇന്ന് നമുക്കൊന്ന് അടിച്ചു പൊളിക്കാം. ഓക്കെ ഡീൽ. ഡീൽ. എനിക്കൊരു പ്രോജക്റ്റ് തീർക്കാനുണ്ട്. നിങ്ങൾ പോയി വരുമ്പോഴേക്കും ഞാനത് തീർത്ത് വെക്കാം. ഓക്കെ ഓക്കെ. ശരി, ഇന്നലെ നീ ഒന്നും കണ്ടില്ലല്ലോ കള്ള. ആരുടെത്തെങ്കിലും പറഞ്ഞ കൊന്നു കളയും ഞാൻ. ആദായ വിൽപ്പന തൂക്കിക്കൊടുക്കണേ. ഒരെണ്ണം താഴെ പോയേ, തൂക്കിക്കൊടുക്കണേ. ശരി ഞങ്ങളെ. തീരാൻ പോണേ ഓടിവായോ. എന്നൊക്കെയുണ്ട്? ചാളയുണ്ട്, അയിലുണ്ട്. അയ്യോടോ, നിന്റെ വരവ് കണ്ടപ്പോ ഞാൻ ഓർത്തല്ലോ ഇതിനകത്ത് മുഴുവൻ വെറൈറ്റി മീനാന്ന്. വെറൈറ്റി മീനുകളാ. ചേച്ചി മേടിക്കാൻ പോണ മീനാന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അയ്യോടോ, പൈസ എന്താന്ന് ഞാൻ മീൻ മേടിക്കത്തില്ല. അപ്പൊ എന്നെ കട്ടെടുത്തോണ്ട് ഓടാൻ പോണു. അതല്ല, എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ. ഈ മീനൊക്കെ എനിക്ക് ഫ്രീ ആയിട്ട് തരുവാണേ. ആ ചാനലിലോട്ട് ഈ മീനൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് ഈ മീനെയും നിന്നെയും ഞാൻ വൈറലാക്കും. അയ്യോ, എന്റെ ഒരു ഭാഗ്യം. മറ്റേ 20 സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലല്ലേ, അതിനകത്ത് വീഡിയോ ഇട്ടിട്ടുള്ള കച്ചവടം എനിക്ക് വേണ്ട. ചേച്ചി, എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ഫിഷർമാൻ എന്നാണ് ആ യൂട്യൂബ് ചാനലിന്റെ പേര്. 1 മില്യനാ സബ്സ്ക്രൈബേഴ്സ്. വെറുതെ സത്യം. ഞാൻ ചേച്ചിക്ക് ഒരു ഓഫർ അങ്ങോട്ട് തരാം. ചേച്ചി ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് 1 കിലോ മീൻ മേടിക്കുമ്പോഴേ ഞാൻ അതെടുത്ത് യൂട്യൂബ് ചാനലിടും. അതിന്റെ ലിങ്ക് ഞാൻ ചേച്ചിക്ക് അയച്ചു തരും. അപ്പൊ എങ്ങനെ പോയാലും ഒരു 10 സബ്സ്ക്രൈബേഴ്സെങ്കിലും കൂടുതൽ കിട്ടും. അങ്ങനെയെങ്കിൽ ആ ചാനലൊന്ന് അനങ്ങട്ടെ. ഞാൻ ചേച്ചിയുടെ വാട്സാപ്പിൽ ലിങ്ക് ഇട്ടേക്കാം. മീൻ വേണ്ടേ? വേണം. എന്താ വേണ്ടേ? 1 കിലോ ചാള. ചാളയുടെ പേര് പറഞ്ഞാ തോന്നും പെണ്ണാണാൻ വിളിച്ച് പേര് പറഞ്ഞല്ലേ. മീൻ എടുക്കട അങ്ങോട്ട്. ആ കോളടിച്ചല്ലോ. ഇത് കുറവാ. പിന്നെ 1 കിലോക്ക് 1.5 കിലോ മീൻ എങ്ങനെ തരാൻ പറ്റും? പറ്റത്തില്ല. എന്നോട് മാത്രമുള്ള വേർതിരിവ്. 2-3 അങ്ങോട്ട് എടുത്തിട്ടേ. ഇതിപ്പോ 200 രൂപയുടെ മീനിടുക. പിന്നെ ഇങ്ങോട്ടിട്ടെ. കോട്ടിടാനോ? ചുമ്മാ അങ്ങ് നിന്ന് തള്ളിയൊക്കെ 1 മില്യൺ നോക്കാം. അല്ല, നേരായിട്ട് പറഞ്ഞ 1 മില്യൺ ഉണ്ട്. എന്നാ കാലെടുത്ത് കറക്കിയിട്ടതാ. പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ഹാപ്പി ബർത്ത്ഡേ ജോ. താങ്ക് യു. ഞാനല്ലേ ആദ്യം വിഷ് ചെയ്തേ. അതെല്ലോ. എന്നാ ശരി, നാളെ കാണാം. ബർത്ത്ഡേ പോയി കിടന്ന് ഉറങ്ങിക്കോ. വെക്കല്ലേ. ഇയാൾ ഡ്രസ് മാറിട്ടോ, ഞാൻ പുറത്തുണ്ട്. നമുക്കൊരു റൈഡ് പോവാം. ഇവിടെ. ഹായ്. ഹായ്. പെട്ടെന്ന് ഇനിയെങ്കിലും പറ ജോ, നമ്മൾ എങ്ങോട്ടാ പോണേന്ന്. സ്ഥലം പറഞ്ഞാലേ ഇയാൾ വരുത്തോളൂ. ബർത്ത്ഡേ ആയിട്ട് പ്ലാൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചതാണേ, മനസ്സിലായോ? പ്ലാനൊക്കെ ഉണ്ട്, പക്ഷെ എൻ്റെ അല്ല.
പ്ലാൻസ് ഒക്കെ കൊള്ളാം, പക്ഷെ ലേറ്റ് ആയാ എന്നെ നിന്റെ വീട്ടിൽ കയറ്റേണ്ടി വരും. അത് ഞാൻ ഏറ്റു. അയ്യടാ, ഒരു മത ആക്സിഡന്റ് ആവും. ശരിക്കും പാട്ടോടെ ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ എങ്ങോട്ട് പോവാനാ? നമുക്ക് ഈസ്റ്റപ്പെടിയാം മുമ്പാക്ക് അറിയോ? സാറങ്ങയോ? ആന്ന് തോന്നുന്നു. ഐ ലവ് യു. എലവേറ്റ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്തേ? അതൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ നിന്റെ വീട്ടിൽ വന്നേ തരൂ. നീ എന്റെ വീട്ടിൽ വന്നു? യെസ്, നടന്ന തന്നെ നടക്കും. ജെനിയ പറയണേ, പറഞ്ഞ വാക്ക് വാക്ക. ശരിക്കും? വന്നേ, ഇവിടെ എല്ലാരും ഇവിടെ നിൽക്കും. ആ താഴെ ചേട്ടാ. ആ എന്താ നീ എന്തോ അടി അവിടെ കിടന്ന് ഇളകുന്നേ? അവളവരുടെ വീട്ടിലൊന്നും ചോദിക്കാൻ പറയാൻ ആരുമില്ല. നിനക്കൊന്ന് ബിയർ വെച്ചിട്ട് വേണോന്നോ? ചെവുക്കല്ലടിച്ച് ഞാൻ കിടക്കും കേട്ടോ. അടങ്ങിയിരുന്നോ? അനങ്ങരുത് ഇവിടുന്ന്. പ്രശ്നം? ഏയ് ഞാൻ ഒന്ന് കൊഞ്ചിക്കാൻ പോയെന്ന്. ഹാപ്പി ബർത്ത്ഡേ ഡിയർ ജോയൽ, ഹാപ്പി ബർത്ത്ഡേ ടു യു. അവിടത്തേക്ക് നിന്റെ ഫോട്ടോ എടുക്കട്ടെ. ഇൻസ്റ്റയിലിടാൻ കേക്ക് മീശ തുടച്ചോളാം. ഇവിടെ ഇടുന്നു, ആര് കണ്ടില്ലേലും ഞാൻ കാണും. എന്നാ രണ്ടെണ്ണം കൂടി എടുത്തോ. എന്തൊരു ബോറ് പരിപാടിയാ. എന്തിനാ എല്ലാ വർഷവും എന്റെ അവളുടെയും ബർത്ത്ഡേക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത്? നിന്റെയൊക്കെ വളർച്ച അറിയാൻ. എടാ ഒന്നുമില്ല, ഇതൊക്കെ ഒരു ഓർമ്മയ്ക്ക് വെച്ചൂടെ? നിങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ പഠിപ്പും പത്രാസും എന്ന് പറഞ്ഞ് പുറത്തേക്ക് അങ്ങ് പോകും. അപ്പൊ ഞങ്ങൾ കിളവനുകളൊക്കെ നോക്കിയൊന്ന് ആസ്വദിക്കാമല്ലോ. ഓ അവന് വീട്ടുകാർ ഫോട്ടോ വെച്ചപ്പോ ഒരു വിഷമം. പുറത്തെ കൂട്ടുകാരായിട്ട് സെൽഫി എടുത്തത് സ്റ്റാറ്റസ് ഇടുന്നതിന് ഒരു കുഴപ്പമില്ല. എന്റെ ഫോട്ടോ എടുക്കുന്നില്ലേ? നിന്റെ ഫോട്ടോ നിന്റെ ബർത്ത്ഡേക്ക് സെൽഫി എടുക്കുന്നുണ്ടോ ഗ്രൂപ്പായിട്ട്? വാ പാടാ. ഞാനൊന്നുമില്ല. അത് ജേറ്റുവാങ്ങൽ ഇട്രാച്ചനാ. ഒരു ജീപ്പ് കച്ചവടം ഉണ്ടായിരുന്നേ. എന്നോട് വെച്ചേ സാറില്ലേ? ഇവിടെ ആകപ്പാടെ ഉള്ളത് ഒരു ജോർജ് സാറാ. അത് ഞാനാ. അല്ല, ജോയൽ സാറില്ലേ? അമ്മേ ജോയൽ സാറും. ഒരു ഡെലിവറി ഉണ്ട്. ഓ അത് ശരി. എന്തേ? അല്ല അവനെ ആദ്യമായിട്ടാ ഒരാള് സാറെന്ന് വിളിച്ച് കേൾക്കുന്നേ, അതുകൊണ്ടാ. ഇങ്ങനെ ഞാൻ കൊടുത്തേക്കാം. ഇല്ലില്ല, ജോയൽ സാർ എന്നെ വന്ന് ഒപ്പിടണം. കമ്പനിയുടെ റൂളാണ്. ഓ അവൻ കാര്യം റൂൾസ് ഇല്ലാത്തവനാണെങ്കിലും അവൻ ഇടപെടുന്ന ആൾക്കാർക്കൊക്കെ റൂൾസ് ഉണ്ടല്ലോ. സന്തോഷമായി. ഞാൻ വിളിക്കാം. ജോയൽ സാറേ, സാറിനെ കാണാൻ ഒരാള് വന്നേക്കുന്നു. സാറേ, ജോയൽ സാറേ, സാറിന് ഡെലിവറി ഉണ്ട്. എന്നാ ഡെലിവറി ആടാ? ചെറിയൊരു സാധനം. സൈൻ. കാശ് ഉമ്മ കളയുക. ഒടുക്കത്തെ ഓൺലൈൻ പർച്ചേസിങ്. കൊറോണ വന്ന് അന്ന് തുടങ്ങിയതാ. താങ്ക് യു. എത്ര കാലം അടി കൊച്ച എടുത്തിട്ട്? അധികമായിട്ടില്ല, പുതിയതെടുത്തതാ. ജോയൽ സാറ് ഡെലിവറി ആയിട്ട് മുകളിലോട്ട് കയറി പോയോ? സാറോ? ആ നിന്റെ മോനെ ഒരു കൊച്ച് സാറേന്ന്. സ്ഫോടനല്ലേ കേട്ടെ? സ്ഫോടനം പറഞ്ഞേ.
ആയിരുന്നു ആ പാഴ്സൽ? ജോയിനെ, അപ്പൊ ഒന്ന് വേഗം പണക്കാരൻ തിരികല്ല. ഓ ഏതായാലും ചത്തില്ല. ഇതാ ഞാൻ പറഞ്ഞ കൊള്ളാന്നേരായിട്ട് കൂട്ടുകൂടണമെന്ന്. മോനെ പണി ഞാനുണ്ട് പാഴ്സലായിട്ട് കൊടുത്തതാ. അവന്റെ ഒരു ഓൺലൈൻ കേക്കായിരുന്നോടാ? എന്നാ ഫ്ലവറാ? വാനില. ആണോ? ഓ വാനില ഒന്നുമല്ല, ബട്ടർ സ്കോച്ചാ. കൊള്ളത്തില്ല. ജനി, നീ എനിക്കിട്ട് പണിതല്ലേ? ആ ലുക്കില് എന്റെ ജോ എനിക്കൊരു ഫോട്ടോ എടുത്ത് അയച്ചെന്ന്. നീ നോക്കിക്കോ, അടുത്ത ബർത്ത്ഡേക്ക് ഞാൻ പണി തരും. ആ പിന്നെ ജോയലെ, ആ ബോക്സിനകത്ത് വേറെ ചെറിയ ബോക്സ് ഉണ്ട്. അതാണ് ജോയലും ജെനിയുടെ ഗിഫ്റ്റ്. അതിഷ്ടപ്പെട്ടാലേ എനിക്കൊരു ഫോട്ടോ എടുത്ത് അയച്ചു തരണം. ഇനി മോനെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആ വാച്ച് കാട്ടിൽ നിന്ന് മാറ്റിക്കും. സാലി, നമ്മുടെ ഇൻഷുറൻസ് കമ്പനിക്ക് പുതിയ 3 സ്കീമുകളാണ് വരുന്നത്. ചോദിച്ചാ ആ ഒന്നൂടെ. ദാ. അതിന്റെ ടാർഗറ്റ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാരീസ് ട്രിപ്പാണ് ഓഫർ. ഓ ഇതിനു മുമ്പുണ്ടായിരുന്ന സിംഗപ്പൂർ ട്രിപ്പിനോ ദുബായ് ട്രിപ്പിനോ ആരാ പോയത്? അപ്പോഴത്തേക്ക് പുതിയ ടാർഗറ്റ് വന്നില്ലേ? ആ അത് തന്നെ, ഇനിയും വരും ടാർഗറ്റ്. അയ്യോ ജെനി, മോളെ ജെനി. മോളെ ജെനി, എന്ത് പറ്റി മോളെ? അയ്യോ കഴിച്ചത് വയറ്റിന് പിടിച്ചിട്ടുണ്ടാവില്ല. പിടിക്കില്ല, നിന്റെ അല്ലേ കുക്കിങ്. പല സന്ദർഭങ്ങളിലും എനിക്ക് ഛർദ്ദിക്കാൻ വന്നിട്ടുണ്ട്. പിന്നെ ഫാമിലി ഹാർമണി കളയണ്ടെന്ന് വിചാരിച്ച് ഞാനതൊക്കെ അങ്ങ് സഹിച്ച്. മോളെ ഇന്ന് ഈ മോളൊന്നും കഴിക്കണ്ട കേട്ടോ, റെസ്റ്റ് എടുക്ക്. ചെല്ല് ചെല്ല്. അല്ല ഇതൊക്കെ എവിടെ കൊണ്ടുവന്നു? അതെ, നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാവുന്ന ആരെങ്കിലും കയ്യിൽ നിന്ന് കഴിച്ചാൽ മതി. എന്റെ ഭക്ഷണം കഴിച്ചാൽ ആരെയും വയറ് കേടാക്കണ്ട. ഞാനൊരു തമാശ പറഞ്ഞല്ലേ, നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. എനിക്കൊരു കാര്യം മനസ്സിലായി. നല്ല വിശപ്പുള്ള സമയത്ത് അസ്ഥാനത്ത് തമാശ പറയാൻ പാടില്ല, പട്ടിണിയായി പോകും. ഓ, അവൻ്റെയൊക്കെ ഒരു യോഗം. എന്തോരം ലൈൻ അവന് സെറ്റാവുന്നു. എന്താ ഒരു മൂഡ് ഓഫ്? ഹലോ സാർ. ജോയലെ, ജോയലിന് ഞാനൊരു 3 വർഷത്തെ സമയം തന്നിരുന്നില്ലേ? അതിനൊരു മാറ്റമുണ്ട്. എന്ത് മാറ്റം? ഇനി 3 മാസമേ ഉള്ളൂ. എന്താ? 3 മാസത്തിനുള്ളിൽ എൻ്റെ വയറ് തീർക്കും. ഞാൻ പ്രഗ്നന്റാ. എന്താ ഇതെങ്ങനെ സംഭവിച്ചു? അതെങ്ങനെയാന്ന് നിനക്ക് അറിയില്ലേ? എന്നെ കൂടെ ഒന്നും പറയിപ്പിക്കരുത് ജോ. ഇനി നമ്മൾ എന്തോ ചെയ്യും? എന്ത് ചെയ്യാനാ? വയറ് വീർത്തു വരാൻ ഒരു 3-4 മാസം എടുക്കും. അതിനുള്ളിൽ ജോലി റെഡിയാക്കിയിട്ട് എന്നെ കെട്ടാൻ നോക്ക്. ഇത്ര പെട്ടെന്ന്? നമ്മളെ കുട്ടികളല്ലേ. കുട്ടികളോ? അതെ, ആ നേരത്തെ ആലോചിക്കണമായിരുന്നു. ഇനി ഇതുമായിട്ട് മുന്നോട്ട് പോകാനേ പറ്റൂ. നമുക്കിത് വേണ്ടെന്ന് വെച്ചാലോ? ഇല്ല, നമുക്കിത് വേണം. ഇത് കളയാൻ മാത്രം ജോനോട് പറയണ്ട, നടക്കില്ല. ഇതിന് ഞാൻ പറഞ്ഞ വഴിയേ നടക്കും. അതുവരെ നമുക്കിത് ഒളിപ്പിച്ചു വെക്കണം. ഞാൻ പോവാ. എനിക്ക് വേണ്ടി ഛർദ്ദിക്കാനും തലവറ്റാനൊക്കെ വരുന്നുണ്ട്. നിന്നാ ശരിയാവില്ല. ജെനി, ജോ, ഇതിന്റെ പേരിൽ എന്നെ വേണ്ടാന്ന് വെച്ച് രക്ഷപ്പെടാനാണെങ്കിൽ പൊന്നു മോനെ ഞാൻ വീട്ടിൽ കയറി വരും, മനസ്സിലായോ? അതെന്റെ ജോ ചെയ്യില്ല എന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ കൊണ്ടുവിടാം. ഈ സമയത്ത് ബൈക്കിൽ പോയാൽ ശരിയാവില്ല, പിന്നെ ഭയങ്കര ലേറ്റുമായി. ഗോപിക കാറിൽ കൊണ്ടുവിടാന്ന് പറഞ്ഞു.
ഹലോ അളിയ ഞാനൊരു കാര്യം പറയട്ടെ. നീ ആരോടും പറയരുത്. എടാ ഈ ഗർഭമൊക്കെ ഹലോ ഒന്നുമില്ല. ഹലോ പറ കേക്കുന്നുണ്ട്. ഞാൻ വിളിക്കാം. ഹലോ എടാ ഹലോ ജോ, നീ എന്താ എൻ്റെ മെസ്സേജിനൊന്നും റിപ്ലൈ ചെയ്യാത്ത? ഞാൻ കണ്ടില്ല ജെനി. ജോ, എനിക്ക് പച്ചമാങ്ങ വേണം. പച്ചമാങ്ങ എന്തേ? പച്ചമാങ്ങ നീ കേട്ടിട്ടില്ലേ? ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് ചോദിച്ചേ. ഈ നേരത്തിന് എന്താ കുഴപ്പം? ജോ, എനിക്ക് ഇപ്പൊ പച്ചമാങ്ങ കിട്ടണം. അത് കിട്ടുന്നത് വരെ ഞാൻ ഉറങ്ങാതെ ടെറസിലിരിക്കും, കേട്ടോ? എന്താടാ? എടാ പച്ചമാങ്ങ കിട്ടാൻ വല്ല വഴിയുണ്ടോ? പച്ചമാങ്ങയാ? നിനക്ക് വല്ലാത്ത സൂക്കേട് തന്നെ കേട്ടാ. എടാ നീ വല്ല ടെലിഗ്രാമിൽ നോക്ക്. അല്ല ഈ പച്ചമാങ്ങ എന്ന് പറഞ്ഞ സിനിമയുണ്ടോ? എടാ പോടാ, പച്ചമാങ്ങ സിനിമയല്ല, കഴിക്കുന്ന പച്ചമാങ്ങ. എന്താ കഴിക്കുന്ന പച്ചമാങ്ങ? ഞാൻ വല്ലതും വിളിച്ചു പറയും കേട്ടാ. നട്ടപ്പാതിരിക്ക് തിന്നാനാണോടാ പച്ചമാങ്ങ? നീ വെച്ചേ മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട്. ആർക്കാ ചേട്ടാ ഈ സമയത്ത് പച്ചമാങ്ങ? കൂട്ടുകാരന്. കൂട്ടുകാരനോ അതോ കൂട്ടുകാരിക്കോ? എന്ത്? അടിപൊളി. നിന്നോടെ മറുപടി പറഞ്ഞ ശരിയാവില്ല. അളിയ കിട്ടിയോ പച്ചമാങ്ങ? ഇല്ലടാ, നിന്റെ 16 അടിയന്തരത്തിനുള്ള പച്ചമാങ്ങ കിട്ടിയില്ല. നീയേ വല്ല പ്ലാവുമൊന്ന് പോയി പറക്കി കേട്ടാ. ഇനി മേലെ കല്യാണം കഴിഞ്ഞ ആരെങ്കിലും വിളിച്ച് പച്ചമാങ്ങ ചോദിച്ചാ വെച്ചിട്ട് പോടാ. നല്ല ഒന്നാം തരം കണ്ണിമാങ്ങ അച്ചാറിടാനുള്ളതാ. അതന്നെ. ഈ പച്ചമാങ്ങ ഈ അർദ്ധരാത്രി നിനക്ക് എന്തിനാടാ? അങ്കിളെ അത്യാവശ്യമായിട്ടൊരു പ്രോജക്റ്റ് ചെയ്യണം, ഇപ്പൊ തന്നെ ചെയ്യണം. അങ്കിളിന് ബുദ്ധിമുട്ടായോ? ഏയ് പച്ചമാങ്ങയിലെ പ്രോജക്റ്റോ? ഓ നിനക്ക് അസാമാന്യ ബുദ്ധിയാണല്ലോടാ. നിന്റെ പപ്പായെ ഞെട്ടിക്കണം കേട്ടോ. ഞെട്ടും. അപ്പൊ മാത്രമല്ല അങ്കിളും ഞെട്ടും. പ്രോജക്റ്റ് ഇറങ്ങുമ്പോ എല്ലാരും ഞെട്ടും. നിനക്ക് ഇനി വേണം പച്ചമാങ്ങ? വേണ്ടെങ്കിലേ മതി. കൊറേ കിടക്കുന്നുണ്ടാ. മതി. ഇവൻ നമ്മുടെ കുടുംബത്തിന്റെ യശസ് ഉയർത്തും കേട്ടോ. നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഇല്ല ഞാനില്ല. അതിൽ വേറൊരു സാധനം ഉണ്ട്, നോക്കാവോ? അതെ, ഇതെങ്ങനെ പുറത്ത് പപ്പായ വന്നത്? എനിക്കെങ്ങനെ അറിയാം? ഈ ഫ്രിഡ്ജിൽ ആരാ പച്ചമാങ്ങ വാങ്ങിച്ചു വെച്ചത്? പച്ചമാങ്ങയോ? ആ ജോച്ചൻ വാങ്ങിച്ചതല്ലേ? ഞാൻ വാങ്ങിച്ചില്ല. ഇവിടെ എന്താ നടക്കുന്നേ? മമ്മി, പച്ചമാങ്ങ ഞാനാ വാങ്ങിച്ചത്. ആ പ്രശ്നം തീർന്നല്ലോ. നിനക്കിത് എപ്പോ കിട്ടി? സമയമൊന്നും ഞാൻ എഴുതി വെച്ചിട്ടില്ല. ജെന്നി, ജെന്നി. ഓ എന്നാ ടേസ്റ്റ് അതിന്. ആ ബെസ്റ്റ്. പച്ചമാങ്ങ കണ്ടപ്പോ ഒരു നൊസ്റ്റാൾജിയ. നന്നായി. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നൊസ്റ്റാൾജിയ മതിയല്ലോ. അല്ല, ബ്രേക്ക്ഫാസ്റ്റും പച്ചമാങ്ങയും കൂടെ മിക്സ് ആക്കല്ലേ? ഏതായാലും ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. സുജാതേ,
അടങ്ങിയിരി. ഹൈ വിനീത ചേട്ടാ ആ ദാ വരുന്നു. ഹായ് ആന്റി. ആ ഇപ്പൊ വരാ. കൊറേ നാളായല്ലോ കണ്ടിട്ട്. ബിസി ആയി പോയി. എന്തൊക്കെയുണ്ട് സുഖല്ലേ? ആ യോ എന്താ പോനെ ഈ വഴിക്കൊക്കെ? ചുമ്മാ പോസ്റ്റ് അടിച്ചിരിക്കുമല്ലേ? അയ്യോ ജ്യൂസ് വേണ്ട. എന്നാ കുടിച്ചോ. ഉറപ്പല്ലേ? ആ സൺഡേ ആയിട്ട് എന്തോ പരിപാടി? ജ്യൂസ് അടിച്ചു തരാ, കുടിപ്പിച്ചു പോയില്ല, അതൊക്കെ തന്നെ. നീ കുടിക്ക്. കുറച്ചു മുമ്പല്ലേ ഞാനൊരു മുന്തിരി ജ്യൂസ് കുടിച്ചേ. ഫ്രൂട്ട്സ് അല്ലേ, ശരീരത്തിന് നല്ലതാ, പിന്നെ നമ്മുടെ കൊച്ചിനും നല്ലതാ. നിനക്ക് ജ്യൂസ് വേണ്ടല്ലോ? വേണ്ട. ഗർഭിണിയാവുമ്പോഴേ ശരിക്കും എത്രാമത്തെ മാസം ആവുമ്പോഴാ വയറ് വീർത്തു വരുന്നേ? അതൊക്കെ ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ചല്ല ജോയല്ലേ. എന്താണ് നെക്സ്റ്റ് പ്രോജക്ട്? ഗർഭാണോ? ചുമ്മാ ഇതൊക്കെ ലോകവിവരങ്ങളില്ലേ, അറിഞ്ഞിരിക്കാന്ന് വിചാരിച്ചു. ലോകവിവരം അറിഞ്ഞിരിക്കുന്ന നല്ലതാ. അതെ. പച്ചമാങ്ങ തിന്നാൻ തോന്നുന്നു. ഇവള് പച്ചമംഗലൊന്നും ഒതുങ്ങിയില്ല. ഞാവൽപ്പഴം ഞാൻ അന്വേഷിക്കാത്ത സ്ഥലല്ലേ മോനെ. നീ 2 ദിവസമായാലും ഈ പച്ചമങ്ങയുടെ പിന്നാലെ. സത്യം പറയടാ, ആർക്ക് കൊടുക്കാനാ? വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിട്ടാ. ആണ് സത്യം. രാത്രി 12 മണിക്ക് വീട്ടിലെ ആവശ്യം. എന്റെ പൊന്നു ചേട്ടാ, ഒരു മാങ്ങയുടെ കേസല്ല, അത് വിട്ടുകളാ. ഞാൻ വിട്ട്. ഞാൻ പോവാ. ഞാൻ ചുമ്മാ പറഞ്ഞാടാ. നീരി ഊണ് കഴിച്ചിട്ട് പോയാ മതി കേട്ടോ. വേണ്ട. ആ കഴിച്ചിട്ട് പോടാ. എന്താണ് ചാട? വേണം. ജനി, നിന്റെ ഫോണില് സ്വിഗ്ഗിയും സൊമാറ്റോ ഒക്കെ ഇല്ലേ? മസാല ദോശ അതിന്ന് ഓർഡർ ചെയ്താൽ പോരായിരുന്നോ? ഈ സ്വിഗ്ഗി സൊമാറ്റോ ഒന്നല്ല എൻ്റെ വയറിൽ കിടക്കുന്നതിന് ഉത്തരവാദി. അത് നീയല്ലേ, അപ്പൊ നീ എന്നെ ഉണർന്നാ മതി. എൻ്റെ പരിചയത്തിലൊരു ഡോക്ടറുണ്ട്. നമുക്ക് നമ്മുടെ കാര്യം ഒന്ന് സംസാരിച്ചാലോ? പുള്ളിക്കാരിയുടെ ഒപ്പീനിയൻ കേൾക്കാം. ആ പോവാം. നീ അപ്പം എൻ്റെ കൂടെ വരുമോ? ഞാൻ വരാലോ, അതിനെന്താ കുഴപ്പം? പിന്നെ ഡോക്ടറിന്റെ ഒപ്പീനിയൻ കേൾക്കുന്നത് നല്ലതാ. പക്ഷെ അബോഷന്റെ കാര്യം പറഞ്ഞ വല്ലതും വന്ന ജോലി ഞാൻ നിന്റെ തലയടിച്ചു വിളിക്കും. ജോ, നമ്മൾ എത്ര വട്ടം ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്, പക്ഷെ അപ്പ ഇല്ലാത്തൊരു ഫീല് ഇപ്പൊ ഉണ്ട്. അപ്പൊ നമ്മള് 2 പേരല്ലേ, ഇപ്പൊ നമ്മള് 3 പേരില്ലേ? അതാരാ? എടാ പൊട്ടോ, ഇവിടെ ജോ, നിന്റെ തലതല്ലി പൊളിക്കുന്നൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞത്. ജോയ്ക്കിപ്പോ എന്താ വേണ്ട? ഇത് ഒഴിവാക്കണം. ജോയുടെ സന്തോഷമാണ് എനിക്ക് വലുത്. ഞാൻ നാളെ അങ്ങ് വന്നേക്കാം. നീയില്ലേ, നീ എൻ്റെ ചക്കരെ. സോറി ജോ, ഞാൻ കുറെ ആലോചിച്ചു. നമുക്ക് ഈ കുഞ്ഞിനെ കളയണ്ട ജോ. നിനക്ക് ഉടനെ തന്നെ ഒരു ജോലി കിട്ടും, നമ്മൾ സെറ്റ് ആവും, എനിക്ക് ഉറപ്പാ. ഐ എം സോറി. ജോയിലെ, നീ എന്താടാ ഇവിടെ? എനിക്ക് പനിയാ, ഡോക്ടറെ കാണാൻ വന്നേ. നീ ഗൈനക്കോളജിസ്റ്റിനെയോ? അല്ല, എല്ലാം അറിയാവുന്ന ഡോക്ടറാ, എൻ്റെ ഫ്രണ്ടിന്റെ ചേച്ചിയാ. അത് കൂട്ടുകാരനാ ആന്റി. അത് ഞാൻ ഡോക്ടർ റോയിയോട് പറഞ്ഞോളാം. വരൂ. ശരി, ഇരിക്കും. ഒറ്റയ്ക്കാണോ വന്നത്? വൈഫ് വന്നിട്ടില്ലേ? ഇല്ല, വൈഫ് ഇപ്പോൾ വരും. എങ്കിൽ പിന്നെ 2 പേരും കൂടി ഒരുമിച്ച് കയറിയാൽ മതിയായിരുന്നല്ലോ. അല്ല ഡോക്ടറെ, എനിക്ക് പേഴ്സണലായിട്ടൊരു കാര്യം പറയാനുണ്ട്. പറ. ഞങ്ങൾക്കിപ്പം കുട്ടികൾ വേണ്ടെന്നാ. ഞങ്ങൾക്ക് ചെറുതായിട്ട് അബോർഷൻ ചെയ്യണമെന്നുണ്ട്. പേരെന്താണെന്നാ പറഞ്ഞത്? ജോയല്. ജോയലെ, ഈ ചെറുത് വലുത് എന്നൊന്നുമില്ല. അബോർഷൻ എല്ലാം ഒറ്റ പ്രൊസീജിയറാണ്. അതത്ര നിസ്സാര കാര്യമൊന്നുമല്ല. ഒരുപാട് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉള്ള ഒരു കോംപ്ലിക്കേറ്റഡ് കാര്യമാണ്. വൈഫ്, ഈ പ്രഗ്നൻസിയുടെ ഡ്യൂറേഷൻ, വൈഫിന്റെ ആരോഗ്യം, അങ്ങനെ പല കാര്യങ്ങളും കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ തീരുമാനം എടുക്കുക. ഞാനെന്തുവാ ചെയ്യണ്ടേ? പ്രഗ്നൻസി ഇപ്പൊ എത്ര ഡ്യൂറേഷൻ ആയെന്നാ പറഞ്ഞത്? ഇപ്പം 3 ആഴ്ച. എക്സാക്ട്ലി 3 weeks.
ടു. ജോയലിന് അതിനെ പറ്റി തന്നെ ഒരു ധാരണയില്ലാന്ന് തോന്നുന്നു. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എത്ര ഡ്യൂറേഷൻ ആയിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് വ്യക്തമായിട്ട് അറിയണം. അതുകൊണ്ട് കൂടിയാണ് വൈഫിനെ കാണണം, അവരുടെ കൂടി വിവരങ്ങൾ വിശദമായിട്ട് അറിയണം എന്ന് പറയുന്നത്. വൈഫ് വരുമെന്നല്ലേ പറഞ്ഞത്? ജോയൽ ഒരു കാര്യം ചെയ്യും, ഒന്ന് കൗൺസിലിംഗ് റൂമിലേക്ക് ഇരിക്കൂ. എന്നിട്ട് വൈഫിനെ കൂടി കണ്ട് വിശദമായിട്ട് സംസാരിച്ചിട്ട് നമുക്കൊരു തീരുമാനത്തിലെത്താം. സിസ്റ്ററെ, ജോയലിനെ കൗൺസിലിംഗ് റൂമിലോട്ട് ഇരുത്ത്. അദ്ദേഹത്തിന്റെ വൈഫ് വരുമെന്നാ പറഞ്ഞത്. അപ്പൊ രണ്ടുപേരെയും കൂടെ വൈഫ് വന്നിട്ട് ഒരുമിച്ച് കാണാം. ഡോക്ടറെ, കൗൺസിലിംഗ് വേണ്ടായിരുന്നു. കൗൺസിലിംഗ് വേണം ജോയലിന്, തീർച്ചയായിട്ടും കൗൺസിലിംഗ് വേണം. കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് തീരുമാനം എടുക്കാം. അങ്ങോട്ടേക്ക്. അയ്യോ, ശരി ഡോക്ടറെ. കുഞ്ഞുങ്ങൾ ഭൂമിയുടെ അവകാശികളാണ്. പക്ഷേ അബോർഷൻ ഒരു കുഞ്ഞിന്റെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം ഇല്ലാതാക്കുന്നു. ജന്മം കൊടുത്തതിന് ശേഷം അതിനെ ഇല്ലാതാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതിന്റെ പകുതി ചിന്ത മതി ഒരു കുഞ്ഞ് ജനിക്കാതെ നോക്കാൻ. നമ്മൾ ഒരു കുഞ്ഞിന് വേണ്ടി ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഗർഭം ധരിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചിട്ട് വേണം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ. ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ വളരുന്ന നിമിഷം മുതൽ അതും നമ്മളെപ്പോലെ ജീവനുള്ള ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ആ ജീവൻ ഇല്ലാതാക്കുന്നതിന് മുൻപ് നമ്മൾ രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. സിസ്റ്ററെ, അതെ, എന്റെ വൈഫ് പ്രഗ്നന്റായി. പ്രാർത്ഥിച്ചത് വെറുതെ ആയില്ല. ഞാൻ അപ്പനാവുമ്പോഴാണ് അതിന്റെ സന്തോഷത്തിലാണ്. എന്തായാലും നന്നായി പ്രാർത്ഥിച്ചോ. അനിയന്റെ ആഗ്രഹവും നടക്കും. കഴിഞ്ഞ 9 വർഷമായിട്ട് എന്റെ കാത്തിരിപ്പാണേ കേട്ടാ.